ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട 2-3 അപ്ഡേറ്റുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വെറും 2 സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമർ തെർസനോവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കളിക്കാരനാണ് കോമർ തെർസനോവ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചത് ഗോകുലം കേരള എഫ്സിക്ക് വേണ്ടിയാണ്. അതിന് മുമ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് കളിച്ചിട്ടുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന്, അതായത് അന്ന് കിബുവിനെ കോച്ചായ സമയത്ത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വരുമെന്ന തരത്തിലുള്ള റൂമറുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ നമ്മുടെ ഗോകുലം കേരള എഫ് സി ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ജോർഡൻ മുറയ്ക്ക് ഒരു പകരക്കാരനായിട്ടാണ് കോമറൻ തെർസനോവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു AFC സ്പോർട്ടിലേക്ക്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കോമറോണിനെക്കാട്ടിലും എന്തുകൊണ്ട് നല്ല പ്ലെയർ ജോർഡൻ മുറയെ തന്നെയാണ്. സോ നിങ്ങൾ ജോർഡൻ മുറയെ മാറ്റുകയാണെങ്കിൽ ഒരിക്കലും കോമറോണിനെ എടുക്കാൻ പാടില്ല, മറ്റൊരു പ്ലെയറിനെ എടുക്കണം. അല്ലെങ്കിൽ അതായത് കോമറോണിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ജോർഡാനെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ജോർഡൻ മുറയെ തന്നെ നിലനിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ ഒരു റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഒട്ടും തന്നെ ശരിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചെന്നൈയിൻ FC-യുടെ ഒരു ഇന്ത്യൻ സൈനിങ് ഒഴിച്ച് ബാക്കിയൊക്കെ അത്ര മികച്ച, അതായത് ഫോറിൻ സൈനിങ് ഒക്കെ അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോർണർ ഷീൽഡിനെ അവർ നിലനിർത്താൻ നോക്കുന്നു. അദ്ദേഹം അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും കഴിഞ്ഞ സീസൺ ഉണ്ടാക്കിയില്ല. കുറച്ചൊരു ആവറേജ് പെർഫോമൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയൊരു ഇമ്പാക്റ്റ് അവർക്ക് കാണാൻ സാധിച്ചില്ല. കാരണം ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. മോഹൻ ബഗാൻ, മുംബൈ സിറ്റിയൊക്കെ ഏത് ലെവലിൽ കളിക്കുന്നത് നമുക്കറിയാം. സോ അത്രയും പിടിച്ച് നമുക്ക് നിൽക്കണം, എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഫോറിൻ സൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചെന്നൈയിൻ FC ഫോറിൻ സൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. എന്തായാലും മറയ്ക്ക് പകരം കോമറോൺ, അത് എനിക്കൊട്ടും താല്പര്യം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ബംഗളൂരു FC ആരാധകൻ മാർക്കസ് മെർഗലോനോട് ചോദിച്ചു, അതായത് ഹ്യൂഗോ ബൂമോസ് ബംഗളൂരു FC-യിലേക്ക് എന്നുള്ള വാർത്ത ശരിയാണോ എന്ന്. അപ്പോൾ മാർക്കസ് മെർഗലോൻ്റെ മറുപടി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ല എന്നാണ്. എന്തായാലും ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബംഗളൂരു FC അതുപോലെ തന്നെ ഹ്യൂഗോ ബൂമോസ് കണക്ട് ചെയ്തൊന്നും തന്നെ ഇല്ലെന്നാണ്. എന്തായാലും ഹ്യൂഗോ ബൂമോസ് എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ ക്ലബിലേക്ക് തന്നെ പോകുമെന്ന്. അദ്ദേഹം വിദേശത്ത് സൈൻ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇന്ത്യ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്ന് പറയുന്നു. സോ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും ചാൻസുകൾ കൂടുതൽ. മിക്കവാറും ഒഡീഷ, ഈസ്റ്റ് ബംഗാൾ, ബംഗളൂരു ഇവരാരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഫിലിപ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡർ റിട്ടയർ ചെയ്തു. സോ അദ്ദേഹത്തിന് പകരം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിനെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. സോ അവരെ കൊണ്ട് ഹ്യൂഗോ ബൂമോസിനെ താങ്ങുമെന്ന് എനിക്കറിയില്ല, നോർത്ത് ഈസ്റ്റിനെ കൊണ്ട്. എന്തായാലും ചിലപ്പോൾ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദിമിത്രിയോസ് ഡയമൻഡോക്കോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും ഒരു ആരാധകൻ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റേതൊക്കെ ക്ലബ്ബുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ക്ലബ്ബുകൾ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് മാർക്കസ് മെർഗലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരവ് എന്ന് പറയുന്നത് 3 ക്ലബ്ബുകൾ എന്നാണ്. അതായത് 3 ക്ലബ്ബുകളെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. വിദേശ ക്ലബ്ബുകളാണോ ISL ക്ലബ്ബുകളാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു റിവൈസ്ഡ് കോൺട്രാക്റ്റ് ഡയമൻഡോക്കോസിന് കൊടുത്തത്. കാരണം ആ ഒരു കോൺട്രാക്ട് സൈനിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു കോമ്പറ്റീഷൻ ഡയമൻഡോക്കോസിന് വേണ്ടി നടക്കുന്നുണ്ട്. ഇനിയും പന്തിരിക്കുന്ന ഡയമൻഡോക്കോസിൻ്റെ കോർട്ടിലാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം അവസാനം വരെ കാത്തിരിക്കുമെന്നാണ് തോന്നുന്നത്. മിനിമം ഒരു 2 മാസമെങ്കിലും എടുക്കും ഏതെങ്കിലും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ ഓഫർ വന്നാൽ അദ്ദേഹം അവിടേക്ക് പോകും. പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ ഓഫർ വന്നാൽ അദ്ദേഹം ഉറപ്പായിട്ട് അവിടേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഡയമൻഡോക്കോസ് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് അതിൻ്റെ ഭാവിക്ക് നല്ലത്. അതിന് ഇത്രയും ഫാൻ സപ്പോർട്ട് കിട്ടും, എല്ലാം കിട്ടുന്നുണ്ട്. സോ അദ്ദേഹത്തിന് ഇന്ത്യ ആയിരിക്കും ഈ ഒരു പ്രായത്തിൽ നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.